ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ്റെ നേരെ ചുമ്മാ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ അച്യുതനും അതുപോലെ അനന്തനും കൂടി ഇങ്ങനെ നിൽക്കുവാണ്. രാത്രി വലിയ ആളൊക്കെ ആയിക്കൊണ്ട് അതെല്ലാം കഴിഞ്ഞ് നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീനുവും അമ്മയും കൂടി ചേർന്ന് ഭഗവാന്റെ അടുത്ത് തൊഴാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അമ്മ എന്തോ ഒരു പ്രത്യേക പൂജയ്ക്ക് കൊടുക്കുന്നത് കണ്ടല്ലോ എന്ന് മീനും ഇങ്ങനെ പറഞ്ഞപ്പം കൊടുത്തു മോളേന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു. അപ്പോൾ അച്ഛന് വേണ്ടിയാണോ എന്ന് ചോദിച്ചപ്പം അല്ല, മിത്രയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം ആണോ അമ്മയെന്ന് ചോദിച്ചു മീനു. മിത്രയുടെ കല്യാണം നന്നായി നടക്കാൻ വേണ്ടിയിട്ടാ, അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു. അവളുടെ കുടുംബജീവിതം അത് നന്നാകാൻ വേണ്ടിയിട്ടാ, അതിനൊക്കെ വേണ്ടിയിട്ടാ ഞാൻ പ്രത്യേക പൂജ ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം നമ്മുടെ ഗോമതി. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ മിത്ര എൻ്റെ സഹോദരൻ്റെ മോളായിരുന്നു, അത്ര മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കുടുംബത്തിനോട് അവൾക്ക് കുറച്ച് വിരോധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ദേഷ്യമായിരുന്നു നമ്മളോട് എല്ലാവരോടും. പക്ഷെ മിത്രയുടെ കല്യാണം ഉറപ്പിച്ചപ്പോൾ മുതൽ അവൾ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നതേ ഇല്ല എന്നും, മുമ്പ് എനിക്ക് കല്യാണത്തിന് വിളിക്കാത്ത ആ ഒരു വിഷമം മാത്രമായിരുന്നു, അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഇവിടെയും മിത്ര മനസ്സിൽ അങ്ങനെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയുമ്പം എൻ്റെ അമ്മ ഇത്രയും പാവമാണെന്ന് ഞാൻ ഇപ്പോഴാട്ടോ അറിയുന്നതെന്ന് മീനു പറഞ്ഞു. അത് ആര്യൻ്റെ പെണ്ണല്ലേ അവള് എന്നിങ്ങനെ മിത്രയെക്കുറിച്ച് പറയുക കേട്ടോ. അപ്പോഴേക്കും ആര്യൻ അങ്ങോട്ടേക്ക് വന്നു. 100 ആയുസ, നിന്റെ കാര്യമേ ഞങ്ങളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അതിനിടയ്ക്ക് നീ മുന്നിൽ വന്നെന്ന് മീനു പറയുമ്പം എന്ത് കാര്യമാണെന്ന് ചോദിച്ചു. അപ്പം എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം മിത്ര നിന്റെ പെണ്ണാണെന്നും, ഒന്ന് വെറുതെ ഇരിക്കുന്നു എൻ്റെ ഏട്ടത്തി, ഇതൊരു കഷ്ടമായല്ലോ, അവൾ ആരെങ്കിലും കല്യാണം കഴിച്ച് ആ വീട്ടിൽ നിന്ന് മാറിപ്പോയെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മുടെ ആരും പറയാം. എന്നിട്ടിപ്പോൾ എൻ്റെ പെണ്ണാണ് പോലും, അമ്മയ്ക്കൊന്നും വേറെ പണിയില്ലെന്ന് ചോദിച്ചു. അതൊക്കെ നീ നിന്റെ അമ്മയോട് പറ, മിത്രയുടെ ഭാവിക്ക് വേണ്ടിയിട്ടേ പ്രത്യേക പൂജകളൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ മീനു പറഞ്ഞപ്പോൾ അമ്മയുടെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെയാട്ടോ എന്ന് ആര്യൻ ഗോമതിയോട് പറഞ്ഞു. അതിരിക്കട്ടെ, നീ ഇതെവിടെ ഈ കറങ്ങി നടക്കണേ, കാണാനേ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ 2 ദിവസം കൊണ്ട് ഗുരുവായൂരും പരിസരമൊക്കെ മുഴുവൻ ഞാൻ കറങ്ങി കണ്ടു. ഊടുവഴികള് കവലകള് ഒക്കെ എനിക്ക് കാണാപ്പാടായി, നല്ല സ്ഥലമാണ് ഗുരുവായൂർ, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലേ നമുക്ക് ആര്യൻ്റെ കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തിയാലോ, ഇപ്പോഴേ അങ്ങ് നേർന്നിട്ടാലോ എന്നൊക്കെ ഇങ്ങനെ നേരം മീനു പറഞ്ഞപ്പം ഞാനത് നേരത്തെ തന്നെ നേർന്നു കഴിഞ്ഞെന്ന് പറഞ്ഞു ഗോമതി. അങ്ങനെയൊന്നും നേരണ്ട, ഞാൻ ചിലപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞാൽ വിദേശത്ത് പോയി വല്ല വിദേശികളൊക്കെ ആയിരിക്കും കെട്ടുന്നതെന്ന് പറഞ്ഞപ്പം വേണ്ട, അങ്ങനെ വിദേശത്തൊന്നും പോവണ്ട, നമുക്കേ ഈ നാട് പോലെ തന്നെ മതി. ഈ നാട്ടിൽ ഇത്രയും നല്ലൊരു സ്ഥലമൊക്കെ ഉള്ളപ്പോൾ നീ ഇവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ നിന്നാൽ മതി, ഇവിടുത്തെ കുട്ടിയെ കല്യാണം കഴിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഒരു തർക്കം എന്നും ചോദിച്ച്. അപ്പോൾ നന്ദ എന്ന് പറഞ്ഞ് വിളിച്ചു കിട്ടും. അല്ല, ആര്യൻ്റെ കല്യാണം വിദേശത്ത് വേണോ നാട്ടിൽ വേണോ എന്നൊരു തർക്കമായിരുന്നു എന്ന് പറഞ്ഞു. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്തണമെന്ന് അമ്മ നേരുകയും ചെയ്തു എന്ന് മീനു നന്ദനോട് പറയും കേട്ടോ. അത് കേട്ടപ്പം അമ്മയുടെ മനസ്സിന് അപ്പുറത്തേക്ക് പോകാൻ ഏത് മകനാ സാധിക്കുക. അപ്പം പിന്നെ ഭായിയുടെ കല്യാണം ഇവിടെ തന്നെ എന്ന് അദ്ദേഹവും പറഞ്ഞു. ചേടാ, ഇതിപ്പോൾ ഒരു അന്താരാഷ്ട്ര പ്രശ്നമായല്ലോ എന്ന് നമ്മുടെ ആരും പറയാം കേട്ടോ. എന്ത് പ്രശ്നമാണെങ്കിലും ഭായിയുടെ കല്യാണം ഇവിടെ തന്നെ, അത് ഉറപ്പിച്ചോളാൻ പറഞ്ഞു. കല്യാണത്തിന് വിളിച്ചില്ലെങ്കിലും ഞാനും ഉണ്ടാകും കേട്ടോ. എന്തായാലും നന്ദനെ ഞങ്ങൾ വിളിക്കുമെന്ന് പറഞ്ഞു അന്നേരത്തേക്ക് മീനു. എന്നാൽ ശരി, ഞാൻ പോട്ടെ, സ്റ്റോക്ക് എടുക്കാനുണ്ട്, ഇതിൻ്റെ പുറകുവശത്ത് ഒരിടത്താ പ്രതിമ ഉണ്ടാക്കുന്നതേ, അപ്പം ശരി എന്നാൽ പോട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ നന്ദൻ ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ച് അവിടെ നിന്ന് അങ്ങ് പോണു. അപ്പോൾ ഈ നന്ദൻ നല്ലൊരാളാണല്ലേ അമ്മേ എന്ന് മീനുവും ഗോമതിയും കൂടെ പറയുമ്പം ചില സമയം നല്ലതാ, പക്ഷെ ചില സമയം ഇച്ചിരി പ്രശ്നക്കാരനാണെന്ന് തോന്നും എന്ന് നമ്മുടെ ആരും പറഞ്ഞു. കച്ചവടക്കാരല്ലേടാ, അതിൻ്റെ ഒരു വാചകോടിയൊക്കെ എന്തായാലും ഉണ്ടാകുമെന്ന് മീനുവും പറഞ്ഞു. അതെ, നിങ്ങൾ നടന്നു, ഞാൻ ഒന്നുകൂടെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരും ചുറ്റി കറങ്ങാനായിട്ട് പോകണു. ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവുക. ഈ സമയം പിന്നെ കാണിക്കാൻ നമ്മുടെ മിത്ര കേട്ടോ കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ കൈ പിടിച്ച്, കൃഷ്ണ നീ എന്നെ കൈവിടല്ലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക കേട്ടോ. മിഥുൻ രാത്രി വരാമെന്ന് പറഞ്ഞിരിക്കാം, ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ മിത്ര ഇങ്ങനെ കണ്ണനോട് ചോദിക്കുക കേട്ടോ. എനിക്കൊന്നും അറിയാൻ വയ്യ, ഞാൻ എവിടെ എന്ത് ചെയ്യുന്നു. അപ്പോൾ ശരീരത്തിൽ നിന്ന് ശക്തിയൊക്കെ ചോർന്നു പോകുന്നത് പോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അങ്ങോട്ടേക്ക് വരുന്നു. ആഹാ, ഇതെന്താ ഇത്, കൃഷ്ണ വിഗ്രഹമോ, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചപ്പം അച്ചമ്മ തന്നതാണെന്ന് പറഞ്ഞു. നിനക്ക് ഭക്തിയൊന്നും ഇല്ലാത്തതാണല്ലോ, എന്താ കല്യാണപ്പേടി കാരണം ഭഗവാനെയൊക്കെ തൊഴുതതാണോ എന്ന് അമ്മ മോളോട് ചോദിക്കണം. എന്തായാലും പാട്ടും ഡാൻസൊക്കെ നടക്കാറായി, നീ വരാൻ പറഞ്ഞു, അവിടെ എല്ലാവരും നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, മോള് വരാൻ പറഞ്ഞു. അപ്പോൾ ഡാൻസിനൊന്നും വയ്യ എനിക്കെന്ന് പറഞ്ഞു. ഡാൻസ് ചെയ്യാൻ പറഞ്ഞോ, അങ്ങോട്ടൊന്ന് വന്നാൽ മതി മോളെന്ന് പറഞ്ഞ് അമ്മ നിർബന്ധിക്കുമ്പോൾ നിങ്ങൾ ഡാൻസ് കളിക്ക് പ്ലീസ്, എന്നെ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നതാണേലും ഇതൊക്കെ നിനക്ക് വേണ്ടി തന്നെയല്ലേ മോളെ, അപ്പോൾ അതൊക്കെ നീയും കാണേണ്ടതല്ലേ, നീ വന്നേ വരാനാ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അമ്മ നിർബന്ധിച്ച് മിത്രയെ കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് പിന്നെ അവിടെ സ്റ്റേജ് ഒരുങ്ങി അവിടെ നമ്മുടെ മിത്രയെ കൊണ്ടുവന്ന് ഇരുത്തുന്നു. ആ സമയത്ത് നല്ല പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി. ഈ സമയത്ത് നമ്മുടെ മിത്ര മാത്രം ഒരു ഉഷാറും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നു. അമ്മയാണെങ്കിലും ചെറിയമ്മയാണെങ്കിലും എല്ലാവരും ഡാൻസ് കളിക്കുക കേട്ടോ. ഭയങ്കര സന്തോഷത്തിലെല്ലാവരുമേ.
പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു സന്തോഷം. ആ സമയത്ത് അവിടെ മിഥുൻ വന്നു കഴിഞ്ഞു. മിഥുനാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കാണുന്നു. അതുപോലെ ഇതെല്ലാം കണ്ടും കേട്ടു. ഇവൻ ഫോൺ എടുത്ത് മിത്രയെ വിളിക്കുക. മിത്രയെ വിളിച്ചിട്ട് ഞാൻ നിൻ്റെ വീടിനടുത്തുണ്ട്, എനിക്കങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് പിന്നെ ഇല്ല, അതെ ഇവിടെ ആൾക്കാരുടെ ബഹളം നീ കേൾക്കുന്നില്ലേ, ഇപ്പം നീ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു, 1 മണിക്കൂറും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പം നീ തയ്യാറായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. മിഥുൻ ശരിക്കും എനിക്ക് പേടിയാവുന്നുണ്ട് മിഥുൻ എന്ന് പറഞ്ഞപ്പം, മിണ്ടാതെ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി, കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് മിഥുൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. നമ്മുടെ മിത്രയുടെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് പിന്നെ കാണിക്കും നമ്മുടെ ഗോമതി ആട്ടോ. ഗോമതി റൂമിൽ ഇരിക്കുന്ന സമയത്ത് ബാലൻ്റെ കോള് വന്നു. ബാലേട്ടനാണല്ലോ, നേരത്തെ സംസാരിച്ചതേ ഉള്ളല്ലോ, ഇതെന്ത് പറ്റിയെന്ന് ഓർത്തു ഫോൺ എടുക്കുക. ഹലോ ബാലേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പം ഗോമതി എന്ന് പറഞ്ഞ് ബാലേട്ടൻ വിളിക്കുക. അപ്പോൾ എന്താ ബാലേട്ടാന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ ഒന്ന് വിളിച്ചെന്നേ ഉള്ളെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം മനസ്സിലായി എനിക്ക്, കല്യാണ വീട്ടിൽ നിന്ന് ആൾക്കാരുടെ ബഹളമൊക്കെ ആണല്ലേ എന്ന് ചോദിച്ചപ്പം അവിടെ പാട്ടും മേളവും ഒക്കെ നടക്കുക, ശബ്ദം ഇങ്ങ് വരെ കേൾക്കാം, ഇതൊക്കെ പറഞ്ഞ് ശ്രദ്ധിച്ചാൽ പിന്നെ തനിക്കും അത് കേൾക്കാം, ഇതൊക്കെ ഗോമതിയോട് പറയുകയാണ് ബാലൻ. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ആര്യൻ കൂടെ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഉണ്ട് ബാലേട്ടാ, പിന്നെ നീ അവനോട് നന്നായിട്ട് തന്നെ പഠിക്കാൻ പറയണമെന്ന് പറഞ്ഞിട്ട് ബാലൻ ഇങ്ങനെ പറയാം, പഠിച്ച് മിടുക്കനാവണം എന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ബാലൻ ഗോമതിയോട് പറയൂ കേട്ടോ, ഞാൻ ആഗ്രഹിച്ചതുപോലെ അവനോട് ഒരു IAS കാരനാകാൻ പറയണമെന്നൊക്കെ. അപ്പോൾ ആര്യൻ നല്ല കുട്ടിയെ ബാലേട്ടാ, അവൻ മിടുക്കനാകും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു. അവൻ വലിയൊരു ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ വീട്ടിലും വലിയൊരു പന്തലിടണം, അങ്ങനെ അവൻ്റെ കല്യാണം അടിച്ചുപൊളിയായിട്ടുള്ള കല്യാണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബാലൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളെല്ലാം ബാലൻ അവിടെ നിന്ന് പറയാം. എൻ്റെ മക്കൾ പഠിച്ച് ഉന്നത സ്ഥാനത്ത് എത്തുന്നത് വരെ മറ്റൊരു ചിന്തയും മനസ്സിൽ വേണ്ടാന്ന് നീ പറയണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പറയാം ബാലേട്ടാ. ബാലേട്ടൻ ഇന്ന് ആര്യൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയുകയാണല്ലോ, എന്തോ ഇന്ന് അവനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു ഗോമതി. ശരി ശരി എന്നാൽ കിടന്നോ അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴേക്കും മീനു അങ്ങോട്ടേക്ക് വന്നു. അമ്മേ അച്ഛനെന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. ബാലേട്ടൻ പറഞ്ഞതൊക്കെ ആര്യനെക്കുറിച്ചാണെന്ന് പറഞ്ഞപ്പം ആണോ അമ്മേ? ആര്യൻ പഠിത്തത്തിൽ ശ്രദ്ധിക്കണം, വലിയ ജോലി നേടണം, എന്നിട്ട് മതി കല്യാണം, ഇതൊക്കെയാണ് പറഞ്ഞത്. ബാലേട്ടൻ്റെ ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ ആര്യനോട് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ അച്ഛനൊരു പാവാമേ, ആര്യനെ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നതെങ്കിലും ഏറ്റവും സ്നേഹവും ആര്യനോട് തന്നെയാണെന്ന് പറയാണ് മീനും. മിത്രയ്ക്കും അലോഹിനും കിട്ടിയതിനേക്കാളും നല്ലൊരു കല്യാണം ആര്യന് കിട്ടണം എന്ന് അച്ഛന് ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആരും വരുന്നത്. ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. എടാ അതൊക്കെ പോകാം, അതിനു മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്നൊരു കല്യാണം കഴിക്കാം എന്നുള്ളൊരു ചിന്ത വല്ലതും മനസ്സിലുണ്ടെങ്കിലേ അതങ്ങ് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞു മീനു. പഠിച്ച് നല്ല ജോലി കിട്ടിയിട്ടേ നിന്റെ കല്യാണം നടത്തുള്ളൂ, എൻ്റെ പൊന്നേ എനിക്ക് കല്യാണമേ വേണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യനിങ്ങനെ പറയാം. അല്ല ഇതൊക്കെ എന്തിനാ ഇപ്പം എന്നോട് പറയണേന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഇപ്പോൾ വിളിച്ചിരുന്നു എന്നും നിന്നെ കൊണ്ട് പറയണമെന്നുള്ള കാര്യം പറഞ്ഞതെല്ലാം പറയാം. നീ അത് അച്ഛന് വാക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം എൻ്റെ അമ്മേ ഗുരുവായൂരിരുന്ന് ഞാൻ അച്ഛന് വാക്ക് കൊടുത്താലേ ശ്രീകൃഷ്ണൻ പോലും ചിരിച്ചു പോകുമെന്ന് പറഞ്ഞു ആര്യൻ. അപ്പം അങ്ങനെയൊന്നും പറയാതെടാ, നിന്റെ കഴിവ് നീ കുറച്ച് കാണരുതെന്ന് പറഞ്ഞു മീനു. ഏട്ടത്തി എൻ്റെ കഴിവ് ഞാൻ കുറച്ച് കാണുന്നതല്ല, മറിച്ച് എൻ്റെ കഴിവ് നിങ്ങൾ മുൻകൂട്ടി കാണുന്നതാണ് പ്രശ്നമെന്നും ആര്യം പറഞ്ഞു. പിന്നെ ഒരു കാര്യം ഞാൻ അച്ഛന് വാക്ക് കൊടുക്കാം, ഇപ്പോഴെങ്ങും കല്യാണം കഴിക്കില്ല എന്നുള്ള കാര്യം. എടാ താമസിച്ച് കല്യാണം കഴിക്കണമെന്നൊന്നും അല്ല, ജോലി കിട്ടിയിട്ട് മതി കല്യാണം കഴിക്കുന്നത്, അതാ അച്ഛൻ പറഞ്ഞത്. അത് തന്നെ ഞാനും പറഞ്ഞത്, എനിക്ക് എന്തായാലും ജോലി കിട്ടാനൊന്നും പോകുന്നില്ല. ഇപ്പം മിത്രയുടെ കല്യാണക്കാരും പറഞ്ഞു തീർന്നപ്പോൾ എൻ്റെ കല്യാണക്കാരും പറഞ്ഞു തുടങ്ങി. അതല്ലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം എന്നും പറഞ്ഞിട്ട് ആരും ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ ആരോടെ ഇതൊക്കെ പറയുന്നതെന്ന് മീനും അമ്മയോട് ചോദിക്കാം. നിങ്ങൾ വരുന്നില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരം ദേഷ്യപ്പെടുക. അങ്ങനെ ആര്യനും അമ്മയും ചേച്ചിയും കൂടെ അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ ആനന്ദ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കല്യാണ വീടിൻ്റെ അതായത് ഇവരുടെ വീടിനോട് ചേർന്ന് ഒരാളിങ്ങനെ അങ്ങോട്ട് നോക്കി നിൽക്കുന്നു. ആ സമയത്ത് താനാരാ, താൻ തന്നെ ഇവിടെ നിൽക്കുന്നതെന്ന് ആനന്ദ് ചോദിച്ചു. അപ്പോൾ ഈ മിഥുൻ തിരിഞ്ഞിട്ട് ഞാനിവിടെ നിൽക്കുന്നതിനെന്താ നിങ്ങൾക്ക് വല്ലതും തരണമെന്ന് ചോദിച്ചു. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മിഥുൻ ഇങ്ങനെ ഇതിലേക്ക് നോക്കുക കേട്ടോ. അപ്പോൾ ആനന്ദ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെന്തോ ഒരു കള്ളക്കളി മണത്തു. ഈ സമയത്ത് ആനന്ദിന് എന്തൊക്കെയോ മനസ്സിലായി. ആനന്ദ് ഇങ്ങനെ നോക്കി നിൽക്കുക. അത് ആനന്ദകത്തേക്ക് കയറിപ്പോയി. പിന്നെ കാണിക്കുന്നത് മിത്രയാണെന്നുണ്ടെങ്കിൽ അവിടെ ആകെ ടെൻഷൻ അടിക്കുക. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല, ഇനി എൻ്റെ ജീവിതം എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ലെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മോളെ നീ എന്താ ഇവിടെ നിൽക്കുന്നത്, താഴേക്ക് വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മയുടെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോഴേക്കും മോള് ഭയങ്കര കരച്ചിൽ. അപ്പോഴേക്കും ചെറിയമ്മ വന്നു. ഇളയമ്മ എന്നും പറഞ്ഞ് വിളിച്ച് മിത്ര അതും കരയുന്നു. അപ്പോൾ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ച് അവർ സമാധാനിപ്പിക്കാം. കരച്ചിലൊക്കെ നാളെ താലി കെട്ട് കഴിഞ്ഞ് വിവേകിൻ്റെ കൂടെ പോകുമ്പം മതി. അപ്പോൾ കല്യാണത്തിന് ഇത്രയും പേടിക്കുന്ന ആളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞ അമ്മ.
ഇനി കരഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടും കേട്ടോ എന്നും പറഞ്ഞ് ഇളയമ്മയും പറഞ്ഞു. അങ്ങനെ കരച്ചിലൊക്കെ നിർത്തി എൻ്റെ മോളൊന്ന് ചിരിച്ചേ, താഴേക്ക് വാ, ചിരിക്കടാ, ചിരിക്കെന്നും പറഞ്ഞുകൊണ്ട് മിത്രയെ ചിരിപ്പിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മിത്രയ്ക്ക് സഹിക്കാൻ പറ്റാതെ മിത്ര അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം. അപ്പോൾ നമ്മളെയൊക്കെ വിട്ടു പോകുന്നതിൻ്റെ സങ്കടമാണെന്നും പറഞ്ഞ് ഇവരിങ്ങനെ പറയുക കേട്ടോ. ഇപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാണെങ്കിലും കല്യാണം കഴിയുമ്പോൾ അവൾ നല്ല സ്മാർട്ടാകുമെന്നും പറഞ്ഞ് അമ്മയും എളിയമ്മയും കൂടെ നിൽക്കുക കേട്ടോ. ദേ ആഭരണങ്ങളിരിക്കുന്ന ബോക്സ് ഇവിടെ മിത്രയുടെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ വെച്ചേക്കാൻ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അവർ ആ സമയത്ത് മിഥുൻ വീടിൻ്റെ ഇതിലെല്ലാം പിടിച്ച് വലിഞ്ഞ് കയറി ഇതേ മിത്രയുടെ റൂം വരെ എത്തുക കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഗോമതി അമ്മേ എന്ന് വിളിച്ച് ചാടി അങ്ങ് എഴുന്നേറ്റു. അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് മീനു എഴുന്നേറ്റു. ഇപ്പോൾ ലൈറ്റ് ഇട്ടു. എന്താ അമ്മേ പറ്റിയെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാനൊരു സ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി ഇങ്ങനെ മീനുവിനോട് പറയാം. അപ്പം അമ്മ ഇത് കുടിക്കാൻ പറഞ്ഞ് വെള്ളമൊക്കെ എടുത്തു കൊടുത്തു. അമ്മ എന്ത് സ്വപ്നം കണ്ടതെന്ന് ചോദിച്ചപ്പോൾ മിത്രയ്ക്ക് എന്തോ ഒരു ആപത്ത് വരുന്നത് പോലെ ഞാൻ സ്വപ്നം കണ്ടത് എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ മീനു ആണെന്നുണ്ടെങ്കിൽ അമ്മയെ സമാധാനിപ്പിക്കാം. അപ്പോൾ കാര്യം എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും എനിക്ക് വ്യക്തമായില്ല, എന്തോ ഒരു ആപത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യം പറയാം. കൃഷ്ണമംഗലത്ത് വലിയൊരു അപകടവും വിഷമമൊക്കെ വരാൻ പോകുന്നത് പോലെ എൻ്റെ മനസ്സ് പറയണമെന്നൊക്കെ പറഞ്ഞപ്പം അമ്മയ്ക്ക് ഇപ്പോൾ തിരിച്ച് നാട്ടിൽ പോകണോ എങ്കിൽ അമ്മ അത് പറയാൻ പറഞ്ഞു. ദേ മനം അങ്ങും മിഴിയെങ്ങും അതൊന്നും ശരിയാവില്ല അമ്മയെന്ന് പറഞ്ഞ് മീനു പറയുമ്പോൾ മോളെ ഞാൻ പറയുന്നത് ശരിയാടാ, എനിക്കെന്തോ പേടിയാകുന്നു, ആകെ ഒരു സുഖക്കുറവ് പോലെയാ, എനിക്കറിയില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ വിഷമമൊക്കെ എനിക്കറിയാം. അമ്മയെ കല്യാണം വിളിച്ചില്ല, അവിടുത്തെ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അമ്മ കിടന്നിട്ടാണെന്ന് പറഞ്ഞപ്പം അല്ല മോളെ അമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു വെപ്രാളം പോലെ ഒരു ടെൻഷൻ പോലെ, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മയെ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചമ്മ പോയി കിടന്നേ വിഷമമൊക്കെ മാറിക്കോളൂ, അമ്മ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് മീനു കുറേ സമാധാനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവരവിടെ അങ്ങ് കിടന്നു. ഇത് കഴിഞ്ഞ് മിത്ര റൂമിലേക്ക് വന്നപ്പോൾ മിഥുൻ ദേ മുറിയിൽ നിൽക്കുന്നു. മിഥുനെ കണ്ടപ്പോഴത്തേക്ക് ഞെട്ടി. മിഥുനെ നീ എങ്ങനെയാണ് ഈ മുറിയിലേക്ക് വന്നതെന്ന് മിത്ര ചോദിക്കാം. പ്ലീസ് നീ ഒന്ന് പുറത്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ പുറത്ത് നിന്നപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഒരാൾ കണ്ടെന്ന് പറഞ്ഞു മിഥുൻ. അവിടെ നിന്നാൽ ആകെ കുഴപ്പമാകും, ഞാൻ പൈപ്പോഴി ഇങ്ങ് കയറിയതാണെന്ന് പറഞ്ഞു. ഈശ്വരാ ഇതെന്താടാ. അപ്പോൾ വൈകാതെ എല്ലാവരും ഉറക്കാവില്ലേ, അപ്പം നമുക്കിവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. എനിക്ക് പേടിയാകുന്നു മിഥുൻ. അപ്പം നല്ല പേടിയാണോ? എങ്കിൽ ഞാൻ കാരണം എല്ലാം തുറന്നു പറഞ്ഞ പേടി മാറ്റട്ടെ എന്ന് മിഥുൻ ഇങ്ങനെ പറയുമ്പോഴും മിത്രയ്ക്ക് ടെൻഷനായിക്കൊണ്ടിരിക്കുക. നോക്ക് ഞാൻ ഈ വീട് കത്തിക്കും, അറിയാലോ എൻ്റെ സ്വഭാവം എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മോളെ എന്നും പറഞ്ഞ് പുറത്തുനിന്നൊരു വിളി, മോളെ മിത്ര മോളെ എന്ന് പറഞ്ഞു. അപ്പം നീ എവിടെയെങ്കിലും വിളിക്കുക. ആ സമയത്താണ് ഇവനകത്തുള്ള സമയത്താണ് മിത്രയുടെ ആഭരണങ്ങൾ മുഴുവനും കൊണ്ടുവന്ന് ഇളയമ്മ മിത്രയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഇതിനകത്ത് ബ്യൂട്ടീഷ്യന് കൊടുക്കേണ്ട 15,000 ഉൾപ്പെടെ നിൻ്റെ ആഭരണങ്ങൾ മുഴുവൻ ഇതിനകത്തുണ്ട്. എന്തായാലും നിന്നെ ഒരുക്കാൻ ഇങ്ങോട്ടായിരിക്കും ആൾക്കാർ വരുന്നതെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഇതിന് ഭയങ്കര സന്തോഷം. കോടികളല്ലേ കയ്യിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിൻ്റെ ബാഗ് എവിടെയാണെന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ മിത്ര ഇതൊക്കെ മിഥുനെടുത്ത് കാണിക്കുന്നു. അതുപോലെ തന്നെ ഈ ആഭരണങ്ങളും കാണിക്കുന്നു. ഇവനാണെന്നുണ്ടെങ്കിൽ ആ വെച്ചിരിക്കുന്ന ആഭരണങ്ങൾ മുഴുവനും എടുക്കുവാണ്. അങ്ങനെ മുഴുവനും എടുത്ത് ഇവൻ്റെ കീശയിലേക്ക് ആക്കുക കേട്ടോ. മിത്ര വാഷ്റൂമിൽ പോയ നേരം കൊണ്ട്. എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ ഇവനിങ്ങനെ അവിടെ നിൽക്കുവാണേ, ഒരു ടെൻഷനും ഇല്ല, എല്ലാം കൂളായി എന്നുള്ളൊരിതിൽ ഉള്ളത് മുഴുവൻ ഇവൻ അടിച്ചു മാറ്റി. മിത്രയെ ഇതൊന്നും അറിയുന്നുമില്ല. ആ സമയത്ത് എല്ലാവരും ഉറക്കമായെന്നാണ് തോന്നണേ. നമുക്ക് പതുക്കെ പോയാലോ എന്ന് ചോദിച്ചു. വാ നമുക്ക് വേഗം പോയാലോ എന്ന് ചോദിച്ചു. ഇവർ രണ്ടുപേരും പോകാനായിട്ട് തയ്യാറായി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും മിത്രയ്ക്ക് കിട്ടാനുള്ളത് കിട്ടി, മുഴുവൻ അവൻ അടിച്ചു മാറ്റി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ട് ഇന്നത്തെ കഥയും നാളത്തെ കഥയൊക്കെ വരുന്നുണ്ട്. ആരുടെ താലിയാണ് മിത്രയുടെ കഴുത്തിൽ വീഴുന്നത് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ.